കോപ്പിയടി. നിർമ്മാതാക്കൾക്ക് 150 കോടിയുടെ നോട്ടീസ് അയച്ച ഹോളിവുഡ് കമ്പനി. അജിത് നായകനായി എത്തുന്ന പുതിയ ചിത്രമാണ് വിടാമുയർച്ചി. ഇപ്പോഴിതാ ചിത്രത്തിനെതിരെ കോപ്പിയടി ആരോപണം ഉയർന്നിരിക്കുകയാണ്. പാരാമൗണ്ട് പിക്ചേഴ്സാണ് പകർപ്പവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട് 150 കോടിയുടെ നോട്ടീസ് വിടാമുയർച്ചിയുടെ നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസിന് അയച്ചിരിക്കുന്നത്. എന്നാൽ ലൈക്കയോ സിനിമയുടെ ടീമോ ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. 1997 പുറത്തിറങ്ങിയ ഹോളിവുഡ് ചിത്രം ബ്രേക്ക് ഡൗണിന്റെ റീമേക്കാണ് വിടാമുയർച്ചിയെന്ന് നേരത്തെ ആരോപണം ഉയർന്നിരുന്നു. സിനിമയുടേതായി പുറത്തിറങ്ങിയ ടീസറിലും കഥയുമായുള്ള സാദൃശ്യം പ്രകടമാണ്. ഒരു ദൂരയാത്ര പോകുന്നതിനിടെ ദമ്പതികളുടെ കാർ കേടാകുന്നു. തുടർന്ന് ഒരു ട്രക്ക് ഡ്രൈവർ അവരെ സഹായിക്കാനെത്തുന്നു. അടുത്തൊരു ഫോൺ ബൂത്തുണ്ടെന്നും അവിടെ എത്തിയാൽ സഹായം ലഭിക്കുമെന്ന് ട്രക്ക് ഡ്രൈവറുടെ നിർദ്ദേശത്തെ തുടർന്ന് യുവതി ട്രക്കിൽ കയറി ഡ്രൈവർക്കൊപ്പം യാത്രയാകുന്നു. പിന്നീട് ആ ദമ്പതികളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അപ്രതീക്ഷിത സംഭവങ്ങളാണ് സിനിമ പറയുന്നത്. സിനിമയുടെ കഥയും ഇതിന് സമാനമാണ്. അസർബൈജാനിലേക്കുള്ള യാത്രക്കിടെ ഭാര്യയെ കാണാതാവുകയും തുടർന്ന് ഭർത്താവ് അന്വേഷിച്ചിറങ്ങുന്നതുമാണ് കഥ. അജിത്തും തൃഷയുമാണ് ദമ്പതികളായി എത്തുന്നത്. അർജുനും റെജീന കസാന്ദ്രയും ചിത്രത്തിൽ നെഗറ്റീവ് വേഷത്തിലെത്തുന്നു. അകിഴ് തിരുമേനിയാണ് ചിത്രം തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത്. പൊങ്കൽ റിലീസായി ചിത്രം തിയേറ്ററിൽ എത്തിക്കാനാണ് അണിയറ പ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത്. അനിരുദ്ധ് രവിചന്ദ്രനാണ് ചിത്രത്തിന് സംഗീതമൊരുക്കിയിരിക്കുന്നത്. ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ മങ്കാത്തയ്ക്ക് ശേഷം അജിത്, അർജുൻ, തൃഷ കൂട്ടുകെട്ട് വീണ്ടും വെള്ളിത്തിരയിൽ ഒന്നിക്കുന്നു എന്നതാണ് വിടാമുയർച്ചിയുടെ ഹൈലൈറ്റ്. അതേസമയം ഇന്ത്യൻ 2വിൻ്റെ കനത്ത പരാജയത്തെ തുടർന്ന് സിനിമയുടെ റിലീസ് നീട്ടിവെച്ചിരിക്കുകയായിരുന്നു. ലൈക്ക നിർമ്മിച്ച രജനീകാന്ത് ചിത്രം വേട്ടയ്യനും തിയേറ്ററുകളിൽ നിന്നും വലിയ വിജയം നേടിയിരുന്നില്ല.